മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ദൈവസ്നേഹത്തിൻ്റെ വലിയ കൃപകളാൽ നിറയപ്പെടുന്ന ഒരു പുതിയ ദിനം കൂടി നമ്മൾ ആശംസിക്കുകയാണ്. കർത്താവായ ദൈവത്തോട് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്ന വചന വാഗ്ദാനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞു വയ്ക്കുക. നമ്മൾ ചോദിക്കുക, നമുക്ക് ലഭിക്കും. എന്താണ് ചോദിക്കേണ്ടത്? അത് നമ്മുടെ ഓരോരുത്തരെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ചോദിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുക, ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് യാചന നടത്തേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം സഹായകൻ കടന്നു വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും പഠിപ്പിക്കും, ഒപ്പം നിങ്ങളെ സഹായിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന പുത്രൻ്റെ വലിയ കൃപകൾ നമ്മളിലേക്ക് ചൊരിയുന്ന പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ ഒരു ചോദ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു തീഷ്ണതയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വിവേചന ബുദ്ധിയോടും ദൈവിക പദ്ധതിയോടും കൂടി മുന്നോട്ട് പോകുവാൻ ഒരു ക്രൈസ്തവനും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന ഏതൊരുവനും ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക തന്നെ ചെയ്യുകയാണ്. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ, ജീവിതം കൂടുതൽ ധന്യമാകുവാൻ, ദൈവിക അനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഓരോ ജീവിതങ്ങളിലും നിറഞ്ഞു കവിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും വളരെ വലിയ